ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിരൺ അർജുനോട് റാണി ഗർഭിണിയാണ് എന്നുള്ള കാര്യം പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അർജുൻ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് കിരൺ ചോദിക്കുകയാണ്, നീയാണോ അതിന് ഉത്തരവാദി? എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ? അതോ നീ അവളെ ആദ്യമൊക്കെ നിന്റെ പൂജയാണെന്നല്ലേ കരുതിയിരുന്നത്? ആ സമയത്തെങ്ങാനും വല്ല അബദ്ധവും സംഭവിച്ചോ എന്നങ്ങ് ചോദിക്കുമ്പോൾ, എന്താ കിരൺ നീ പറയുന്നത്? അങ്ങനെയൊന്നും എനിക്കൊരിക്കലും സംഭവിച്ചിട്ടില്ല. ഞാൻ ആ സമയത്തൊക്കെ ബോധമില്ലാതെയല്ലേ ഉണ്ടായിരുന്നത്. അവളെനിക്ക് എനിക്ക് ഉറക്ക ഗുളിക തന്നിട്ടല്ലേ എന്നെ ബോധം കെടുത്തിയിട്ടല്ലേ കെടുത്തിയിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ, നിനക്ക് നീ ബോധമില്ലാത്ത സമയത്തെങ്ങാനും വല്ല അബദ്ധവും സംഭവിച്ചോ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ. എന്താ നീ പറയുന്നത്? എനിക്കങ്ങനെ ബോധത്തോടു കൂടിയും അബോധാവസ്ഥയിലും ഒന്നും തന്നെ എനിക്കങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടില്ല. പിന്നെ അവളുടെ ഇപ്പോഴത്തെ ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദി അത് ശ്രീകുമാർ ആയിരിക്കും. അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടന്നിരുന്നവനല്ലേ, അവൻ തന്നെ ആയിരിക്കും. ഇനി എൻ്റെ എങ്ങാനും പേര് അവൾ പറയാനാണ് ഉദ്ദേശിച്ചിട്ടുടനെ കിരൺ ഞാൻ വെറുതെ വിടില്ല, അവളെ ഞാനങ്ങ് ഇല്ലാതാക്കും എന്നുള്ള രീതിയിൽ തന്നെ അർജുൻ അങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ കിരൺ പറയുകയാണ്, നീ വിഷമിക്കേണ്ട, എൻ്റെ ജീവിതം തകർക്കാനാണ് റാണിയും ശ്രീകുമാറും ശ്രമിക്കുന്നതെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല. അവർ അങ്ങനെ വല്ലതും ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അർജുനോട് കിരൺ അങ്ങ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അർജുൻ നേരെ വീട്ടിലേക്ക് വന്ന ശേഷം പൂജയോട് ഇക്കാര്യം പറയുകയാണ്. അങ്ങനെ പൂജയെ കൊണ്ട് പാലൊക്കെ കുടിപ്പിച്ച് പൂജയെ അർജുൻ വല്ലാതെ അങ്ങ് കയറിയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് പൂജയോട് പറയുകയാണ്, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. അവളില്ലേ ആ റാണി, അവൾ ഗർഭിണിയാണ് എന്നങ്ങ് പൂജയോട് പറയുമ്പോൾ പൂജ ആകെ അങ്ങ് സങ്കടപ്പെടുകയാണ് കേട്ടോ. പൂജയ്ക്ക് പെട്ടെന്ന് അതിൽ കേൾക്കുമ്പോൾ അർജുൻ ആവുമോ അതിൻ്റെ ഉത്തരവാദി എന്നുള്ള ഭാവത്തിലിട്ട് ആകെ സങ്കടപ്പെട്ട് കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, എന്താ ഞാനിത് പറഞ്ഞപ്പോൾ നിനക്ക് സങ്കടം വന്നല്ലോ, ഞാനാണ് അതിന് ഉത്തരവാദി എന്ന് കരുതിയിട്ടാണോ? ഒരിക്കലുമല്ല. അവളുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദി ഒന്നല്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആ ശ്രീകുമാർ ഇല്ലേ, അത് അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ആരെങ്കിലും അങ്ങനെയാണ് വരാൻ സാധ്യതയുള്ളത്. അതിന് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാനാണെന്ന് കരുതിയിട്ടാണോ? അങ്ങനെ ഒരിക്കലും കരുതരുത്. അവളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്നുള്ളത് ഈ പറഞ്ഞവരിൽ ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, വേണ്ട അങ്ങനെ ഒന്നും പറയേണ്ട അജുവേട്ട, അവളുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദി അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ശ്രീകുമാർ തന്നെ ആയിരിക്കട്ടെ, വേറെ ആരെയും അജുവേട്ടൻ പറയണ്ട. നിന്റെ മനസ്സ് ഇത്ര ശുദ്ധമാണോ? നിന്നെ ഇത്രത്തോളം അധികം ദ്രോഹിച്ചിട്ട് നീ അവളുടെ നല്ലത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് പൂജ എന്നങ്ങ് പറയുമ്പോൾ, അത് അജുവേട്ട, അവൾ ഒരുപാട് കഷ്ടപ്പെട്ടതില്ല, അവൾ ഒരുപാട് സങ്കടവും പ്രയാസവും ഒക്കെ അനുഭവിച്ചല്ലേ വളർന്നത്. അതുപോലെ ഒരിക്കലും അവളുടെ കുഞ്ഞ് വളരരുത്. അവളുടെ കുഞ്ഞിന് ഒരു അച്ഛൻ ഉണ്ടാവണം. അവൾ തന്നെ അച്ഛൻ ആരാണെന്ന് അറിയാതെയല്ലേ വളർന്നു വന്നത്. അതുകൊണ്ട് അവളുടെ കുഞ്ഞിന് അങ്ങനെ ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ടാണ് ഞാൻ അജുവേട്ട അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ അവളുടെ പ്രസവവും കാര്യങ്ങളും എല്ലാം തന്നെ ജയിലിലാവുമല്ലോ അജുവേട്ട എന്ന് പറയുമ്പോൾ, അതെന്തെങ്കിലും ആവട്ടെ, നമുക്കതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. എനിക്ക് നിന്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ എനിക്ക് ചിന്തയുള്ളൂ. നീയും കുഞ്ഞും സുരക്ഷിതമായിട്ട് രണ്ടിടത്താവണം, അതാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് പൂജ അങ്ങ് സമാധാനിപ്പിക്കാൻ കേട്ടോ. ഈ സമയത്ത് റാണിയാണെങ്കിലോ സെല്ലിനകത്ത് കമ്മീഷണർ പറഞ്ഞ പ്രകാരം തന്നെ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുകയാണ് കേട്ടോ. അങ്ങനെ കമ്മീഷണർ പറഞ്ഞ പ്രകാരം തന്നെ സെല്ലിനകത്തേക്ക് ഒരു വാർഡൻ വന്നിട്ട് റാണിക്ക് ഒരു ഗുളിക കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അത് കഴിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ആരാണ് ഇത് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ ഓട്ടോക്കാരൻ പയ്യനാണ് കൊണ്ടുവന്നത്, ആ പറഞ്ഞ ഗുളിക തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ റാണിക്ക് അങ്ങനെ ഒരു ഗുളിക കൊടുക്കുന്നത്. പിന്നീട് പിറ്റേ ദിവസം തന്നെ പൂജയെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. ഈ സമയത്ത് റാണിക്കാണെങ്കിൽ ആ ഗുളിക കഴിച്ചതിൻ്റെ പേരിൽ വേദന സഹിക്കാതെ റാണിയെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഡോക്ടർ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടിയെ നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞങ്ങളൊന്നും ഉപദ്രവിച്ചിട്ടില്ല, അവൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവളെ ഓടിച്ചിട്ട് പിടിച്ചതാണ് എന്നൊക്കെ പറയട്ടോ. അതിന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ആരെങ്കിലും ഒരാളല്ലേ, അവൾക്ക് ചാവി കൊടുത്താലല്ലേ അവൾക്ക് സെല്ലിനകത്ത് നിന്നും രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് റാണിയെ ഒരുപാട് അവർ ഉപദ്രവിച്ചു എന്നൊക്കെ റാണിയും ഡോക്ടറോട് കള്ളം പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നിലത്തേക്ക് വീണതിൻ്റെ പേരിലാണ് എനിക്ക് ഈ വേദന വന്നു എന്നായിരിക്കും റാണി കള്ളം പറഞ്ഞിട്ടുണ്ടാവുക ഡോക്ടറോട്. അങ്ങനെ ഡോക്ടർക്ക് ദേഷ്യം വന്നിട്ടാണ് പോലീസുകാരോടൊക്കെ കുറച്ച് ചൂടായിട്ട് തന്നെ സംസാരിക്കുന്നത്. റാണിക്ക് ഇന്ന് തന്നെ പ്രസവം ഉണ്ടാകും എന്നൊക്കെ പോലീസുകാരോട് അങ്ങ് പറയാൻ കേട്ടോ ഡോക്ടർ. അങ്ങനെ റാണിയെയും ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആക്കുകയാണ്. പൂജയുള്ള അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ അഡ്മിറ്റ് ആക്കുന്നത്. അങ്ങനെ റാണിയെ കാണാൻ വേണ്ടിയിട്ട് കമ്മീഷണർ പറഞ്ഞയച്ചിട്ടുള്ള ഒരു ഗുണ്ട അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് കമ്മീഷണർ വിട്ട മെസ്സേജ് അങ്ങ് റാണിയെ കേൾപ്പിക്കുകയാണ്. അങ്ങനെ റാണിയോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. കമ്മീഷണർ ഓരോന്ന് ചെയ്ത് കൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. റാണി പ്രസവിച്ച ശേഷം ആ കുഞ്ഞിനെ മാറ്റണം എന്ന് തന്നെയായിരിക്കും കേട്ടോ കമ്മീഷണർ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ റാണി കമ്മീഷണർ പറഞ്ഞതുപോലെ തന്നെ ഇനിയും ചെയ്ത് കളയാം എന്നങ്ങ് തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാത്തിനും സഹായത്തിനായിട്ട് ഞാൻ ഇവിടെയുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ഒരുപാട് പേര്
പേരുണ്ട്, നമ്മുടെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് റാണിയോട് ആ ഗുണ്ട അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എന്താവശ്യത്തിനും എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ഒരു ഫോണും അങ്ങ് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ആ ഗുണ്ടയോട് റാണി പറയുന്നുണ്ട്, മാസം തികയാതെ എനിക്ക് ഈ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും. ഞാൻ ആ കഴിച്ച ഗുളിക എനിക്ക് പ്രസവ വേദന വരാനുള്ള ഗുളികയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ്, അതിൻ്റെ ശേഷമാണ് എനിക്ക് ഈ വേദന വന്നത് എന്നുള്ള കാര്യം റാണി ആ ഗുണ്ടയോട് പറയുന്നുണ്ട്. അങ്ങനെ ഗുണ്ട പറഞ്ഞ പ്രകാരം തന്നെ എല്ലാം ചെയ്യണം എന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണ് തന്നെയാണ് കേട്ടോ റാണിയെ അതേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അങ്ങനെ പൂജയുടെ പ്രസവത്തിന് ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ടാവും. അങ്ങനെ അർജുനും മാധുരിയും അച്ചുമ്മയും കൂടി ഇങ്ങനെ കാത്തു നിൽക്കും. അങ്ങനെ സിസ്റ്റർ വരുന്ന സമയത്ത് അർജുൻ ചോദിച്ചറിയുന്നുണ്ട്, അങ്ങനെ പൂജ പ്രസവിച്ചു, പെൺകുഞ്ഞാണ്. ആ കുഞ്ഞിനെ 24 മണിക്കൂർ നേരത്തേക്ക് തൽക്കാലത്തേക്ക് ഇൻക്യുബേറ്ററിലാണ് വെച്ചിരിക്കുന്നത്, അവിടെ പോയി കാണാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അർജുനെയും മാധുരിയും അച്ഛമ്മയും കൂടി അവിടേക്കാണ് പറഞ്ഞയക്കാണ്. അപ്പോൾ അർജുന ആകെ ഒന്ന് പേടിക്കുന്നുണ്ട്, എന്ത് പറ്റി കുഞ്ഞിനെ അങ്ങനെ ഇൻക്യുബേറ്ററിൽ ഇടാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു പേടിയോട് കൂടിയിട്ടാവും കേട്ടോ ചെല്ലുന്നുണ്ടാവുക. അങ്ങനെ ഡോക്ടർ പറയാൻ, പേടിക്കണ്ട, കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, ഇപ്പോൾ 24 മണിക്കൂർ നേരത്തിന് കുഞ്ഞിനെ എങ്ങനെ ഇടുന്നത് നല്ലതാണ്, അതുകൊണ്ടാണ് കുഞ്ഞിനെ ഇപ്പോൾ ഇൻക്യുബേറ്ററിൽ വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അർജുനോട് കുഞ്ഞിനെ കാണാൻ വേണ്ടി പറയാം കേട്ടോ. അങ്ങനെ അർജുനും മാധുരിയും അച്ഛമ്മയൊക്കെ കയറി കാണുന്നുണ്ട്. അങ്ങനെ അർജുൻ പറയുന്നുണ്ട്, ഇനി ഞാൻ പൂജയെ കാണട്ടെ എന്ന് പറഞ്ഞ് പൂജയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാൻ കേട്ടോ. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ റാണിയുടെ പ്രസവം കഴിയാൻ കേട്ടോ. റാണിയും ഒരു പെൺകുഞ്ഞിനെ തന്നെയാണ് പ്രസവിക്കുന്നത്. ഈ സമയത്ത് കമ്മീഷണർ ഏർപ്പാടാക്കിയ ഗുണ്ടകളെല്ലാം തന്നെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അങ്ങനെ അവിടുത്തെ നേഴ്സുമാരെ എല്ലാം കമ്മീഷണർ കൈക്കലാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അവരോട് പൈസ കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ കുഞ്ഞിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് കേട്ടോ. പൂജ പ്രസവിച്ച കുഞ്ഞിനെ മാറ്റി റാണി പ്രസവിച്ച കുഞ്ഞിനെയാണ് കേട്ടോ അർജുൻ്റെ കുഞ്ഞായിട്ട് അവർ കൊടുക്കുന്നത്. അങ്ങനെ പൂജ പ്രസവിച്ച കുഞ്ഞിനെ വിശ്വനാഥൻ അച്ഛൻ്റെ കൈകളിലേക്ക് എത്തിക്കാൻ കേട്ടോ. അങ്ങനെ കമ്മീഷണർ ഏർപ്പാടാക്കിയ 2 പേര് ചേർന്നിട്ടാണ് ഈ ചോര കുഞ്ഞിനെ വിശ്വനാഥൻ അച്ഛൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടു ചെല്ലുന്നത്. അങ്ങനെ പൂജയാണെങ്കിലോ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അർജുനും പൂജയും മാധുരിയും കുഞ്ഞും കൂടി അവിടേക്ക് ചെല്ലാൻ കേട്ടോ. ഈ സമയത്ത് കനകേച്ചും മധു ആൻറ്റിയും അച്ഛമ്മയൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും കുഞ്ഞിനെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ മാധുരി പറയാണ് കനകേച്ചിയോട്, കുഞ്ഞിനെ ഏറ്റു വാങ്ങേണ്ടത് കനകേച്ചി ആയിരിക്കണം എന്നങ്ങ് പറയട്ടെ. അങ്ങനെ സന്തോഷത്തോടു കൂടി പൂജയുടെ കുഞ്ഞിനെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി കനകേച്ചിയോട് പറയാണ്. അങ്ങനെ കനകേച്ചിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അകത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ കുഞ്ഞിനെ സന്തോഷത്തോടു കൂടി സ്വന്തം കുഞ്ഞാണെന്നും കരുതി അത്രത്തോളം ലാളനയൊക്കെ കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്താൻ കേട്ടോ. ഈ സമയത്ത് അർജുൻ്റെ കുഞ്ഞാണെങ്കിലോ വിശ്വനാഥൻ അച്ഛൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ട്. കമ്മീഷണർ ഏർപ്പാടാക്കിയ 2 പേരും കൂടിയിട്ടാണ് ആ കുഞ്ഞുമായിട്ട് വിശ്വനാഥൻ അച്ഛൻ്റെ ആശ്രമത്തിലേക്ക് ചെല്ലുന്നത്. ആ സമയത്ത് അവിടെ വസന്തനും കൂടി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് വിശ്വനാഥൻ അച്ഛൻ അവിടെയുള്ള കുട്ടികളോട് എല്ലാവരോടും കൂടി പറയാണ്, നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം കൂടി വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ആ ചോര കുഞ്ഞിനെ അവർ ഏറ്റുവാങ്ങുന്നത്. അവരാണെങ്കിലോ ആ കുഞ്ഞിനെ കാണുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടി അവർ ആ കുഞ്ഞിനെ അങ്ങ് സ്നേഹിച്ച് വളർത്താൻ വേണ്ടി തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ്റെ കൈകളിൽ തന്നെ പൂജ പ്രസവിച്ച ആ കുഞ്ഞ് വളരാൻ വേണ്ടിയിട്ട് അങ്ങ് പോവാൻ കേട്ടോ. വരുന്ന എപ്പിസോഡുകളിലായിട്ട് കമ്മീഷണർ ചെയ്ത ഈ ചതി പിന്നീടാണ് കേട്ടോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ചു പറയുന്നതും ഈ സത്യം പുറത്തു വരാൻ പോകുന്നതൊക്കെ. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്.